ഏതാ ഓപ്ഷൻ? ഇത് ടോപ്പിന്റെ Z8 അല്ലേ? 4 വീല് ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പോൾ നല്ലൊരു കിടിലൻ SUV 7 സീറ്ററിൽ തപ്പുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് ആണ്. 2 മാസത്തേക്ക് അണ്ടർ വാറണ്ടിയും കൂടെയാണ്. അത് ശരി. കമ്പനി വാറണ്ടി കഴിഞ്ഞില്ല. ഓക്കെ. അപ്പൊ കമ്പനി വാറണ്ടി ഉണ്ട്, 2 മാസത്തേക്ക് ഇനി ബാക്കിയുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല, കാരണം അത്രയും വർഷമായി. 19 അല്ലേ? ഓക്കെ, അത്രയും വർഷമായിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ. സിംഗിൾ ഓൺഷിപ്പ് 2007 മോഡൽ GLX ആണ് അല്ലേ? ഓക്കെ. 7 എന്ന് പറയുമ്പോൾ പേപ്പർ ഇപ്പോൾ എങ്ങനെയാണ്? 2028 ഏപ്രിൽ വരെ. 22 എടുത്തിട്ടുണ്ടാവും. ഇത് 2025 ഡിസംബർ. ഡിസംബർ. വാറണ്ടി 28 വരെ വാറണ്ടി. കമ്പനി വാറണ്ടിയിലേക്ക് എന്തൊരു കഷ്ട ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നു. കമ്പനി വാറണ്ടി. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കോട്ടയത്തേക്ക് വന്നിരിക്കുകയാണ്. കോട്ടയം പാല ഏറ്റുമാനൂർ റൂട്ടിലെ ചിന്നൂസ് കാസ്, അതായത് കുമ്മണ്ണൂരാണ് കറക്റ്റ് ലൊക്കേഷൻ അല്ലേ? ഷിബിൻ ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. സ്വാഗതം ബ്രോ. അപ്പൊ നമ്മള് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ആയിരുന്നു. 4 വണ്ടിയോളം നമ്മൾ സെയിൽ ചെയ്തു. നല്ല റെസ്പോൺസ് ആയിരുന്നു അത് ഉണ്ടായിരുന്നു. ഓക്കെ. എല്ലാ സെഗ്മെന്റ് വണ്ടിയും കിട്ടുന്ന ഒരു സ്ഥലമാണ് അല്ലേ? അതെ. ഓക്കെ. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ഈ താറുകൾ തന്നെയാണോ? 2 താറുണ്ട്. പജീറോ കിടപ്പുണ്ട്. പജീറോ, ക്രിസ്റ്റ, 7 സീറ്റർ ഒരുപാടുണ്ട് അല്ലേ? ഉണ്ട്. ഇരട്ടിയോട്ട് പജീറോ വരെയുള്ള 7 സീറ്ററുകളുണ്ട്. ചെറുവണ്ടികളുണ്ട് അല്ലേ? ചെറുവണ്ടിയുണ്ട്. എല്ലാ സെഗ്മെന്റും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. കോട്ടയംകാരോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. കുമ്മണ്ണൂരാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഹൈവേ സൈഡിൽ തന്നെ പാല ഏറ്റുമാനൂർ റൂട്ടിൽ. ഓക്കെ. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് കണ്ടു നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ചിന്നൂസ് കാസിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് ഉണ്ടല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മളെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. എൻഷുർ ചെയ്യുന്ന എന്തായാലും വരുമ്പോൾ ആൾക്ക് എൻഷുർ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ധൈര്യമായിട്ട് എല്ലാ ഗ്യാരണ്ടി പറഞ്ഞ് തന്നെ കൊടുക്കാം. ഓക്കെ. അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഓക്കെ. എന്തായാലും വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഹൈവേ സൈഡ് തന്നെയാണ് കേട്ടോ. വണ്ടി ഇങ്ങനെ തൊട്ടടുത്ത്, ക്യാമറക്ക് തൊട്ടൊരുമി വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശബ്ദങ്ങളുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ഷമയോദിക്കുന്നു. ആദ്യം നമുക്ക് ഫോർഡ് എക്കോസ്പോർട്ട് പരിചയപ്പെടാം. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന നല്ലൊരു കിടിലൻ ബ്ലാക്ക് വണ്ടി. ഓക്കെ. ഇതെങ്ങനെയാ ബ്രോ ഡീറ്റെയിൽ? ഇത് 2019 മോഡല് ടൈറ്റാനിയം ഡീസൽ. പ്ലസ് ഇല്ലല്ലോ? പ്ലസ് ഇല്ല, ടൈറ്റാനിയം. അതായത് പ്ലസിലേക്ക് പോകുമ്പോൾ 6 എയർ ബാഗ് വരും. ഇതിൽ 2 എയർ ബാഗ്, ബാക്കി ഫീച്ചേഴ്സ് എല്ലാം എല്ലാം ഉണ്ട്. ഓക്കെ. ഡീസലിന് കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 1,08,000 കിലോമീറ്റർ. 1.8 പ്രോപ്പർ സർവീസ് ആണ്. 2 മാസത്തേക്ക് അണ്ടർ വാറണ്ടിയും കൂടെയാണ്. അത് ശരി. കമ്പനി വാറണ്ടി കഴിഞ്ഞില്ല. ഓക്കെ. അപ്പൊ കമ്പനി വാറണ്ടി ഉണ്ട്, 2 മാസത്തേക്ക് ഇനി ബാക്കിയുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റൂല, കാരണം അത്രയും വർഷമായി. 19 അല്ലേ? ഓക്കെ, അത്രയും വർഷമായിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. ടയേഴ്സ് ഒക്കെ ഇപ്പൊ മാറ്റിയതാ? പുതിയതാ? ടയേഴ്സ് ഒരു 90% ഉണ്ട്. 90% ഉണ്ട്. പുതിയല്ല. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലെയിമും ഇല്ല. ഇതിപ്പോ ആക്സസറീസ് സൈക്കിൾ ട്രാക്ക്, കൂടിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ബമ്പർ അല്ല, ഗ്രില്ല്. പിന്നെ അത്യാവശ്യം LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 1.8 ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഒരു 18-20 റേഞ്ച് മൈലേജും കിട്ടും. ഓക്കെ. അപ്പോൾ എത്രയാണ് നമ്മുടെ വില? നമ്മൾ 8 രൂപ ചോദിക്കുന്നത്. 8 ലക്ഷം രൂപ. 8 ലക്ഷം. ഓക്കെ. നമുക്ക് മാറ്റം ചെയ്ത് കൊടുക്കാം. ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് വേറെയാണല്ലേ? എക്കോസ്പോർട്ടിന് നമുക്ക് പൊതുവെ നല്ല എൻക്വയറി ഉണ്ട്. ഇവിടെ അതിന് ഇച്ചിരി മാർക്കറ്റ് കൂടുതലുണ്ട്. ഓക്കെ. നമ്മുടെ ഭാഗത്തൊക്കെ മാർക്കറ്റ് അല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോ. പിന്നെ ലോണും മാക്സിമം കിട്ടുമോ? ഒരു 7 വരെ കിട്ടുമോ? 7 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 7 രൂപ വരെ. ഓക്കെ. അടുത്ത വണ്ടിയില്ലേ? അടുത്ത മഹീന്ദ്ര ഥാറാണ്. KL20 രജിസ്ട്രേഷൻ വാഹനം. റാങ്ലറിന്റെ ബമ്പറും കാര്യങ്ങളും ഹെഡ്ലൈറ്റും ഒക്കെ മാറിയിട്ടുണ്ട്. അലോയ്സ് മാറിയിട്ടുണ്ട്. ഓക്കെ. അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടിയാണ്. 3 lakhs ആഡ് ഓൺ ഉണ്ട്. അത് ശരി. 3 lakhs ആഡ് ഓൺ ഉണ്ട്. സീറ്റ് കവർ എല്ലാം ചേഞ്ച് ചെയ്തേക്കുന്നു. എങ്ങനെയാ മോഡല്? 22 മോഡല് 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് 4x4. ഓക്കെ. കിലോമീറ്റർ 70,000. 22 മോഡൽ അല്ലേ? ഓക്കെ. സിംഗിൾ ഓൺഷിപ്പ് തന്നെ? സെക്കൻഡ് ഓൺഷിപ്പ്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് പ്രോപ്പർ സർവീസ് ഉണ്ട്? പ്രോപ്പർ സർവീസ്, മഹീന്ദ്ര സർവീസ് തന്നെ. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് 4x4 2022 76,000 കിലോമീറ്റർ. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. ഒരു ക്ലെയിമും ഇല്ല. പിന്നെ ടയേഴ്സ് പുതിയതാണല്ലേ? ടയേഴ്സ് പുതിയതാണ്. വേറെ ഒന്നും ഇപ്പൊ ചെയ്യാനില്ല, വർക്കൊന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. ഇപ്പൊ സർവീസ് കഴിഞ്ഞാണ്. ഇൻഷുറൻസ് പുതിയതാ. എടുക്കുന്ന പാർട്ടിക്ക് ജസ്റ്റ് ഓടിക്കുക, അടുത്ത സർവീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാ? നമുക്ക് 15,50,000 രൂപയ്ക്ക് കൊടുക്കാം. 15 ലക്ഷം. ഇതൊക്കെ എന്തൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കും? ഓൾമോസ്റ്റ് അടുപ്പിച്ച റേറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. കച്ചവടമാകുമ്പോൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 15 ലക്ഷം 2022 ഡീസൽ ഓട്ടോമാറ്റിക് 4x4 കാർ നിങ്ങൾക്ക് കൊടുക്കാം. അഡീഷണൽ
മുന്നേ കണ്ടത് ഒരു ചെറിയ ആക്സിഡൻ്റ് ആണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടിപ്പർ ബ്രേക്ക് ഇട്ടില്ലേ, പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കൺട്രോൾ പോയി. അവർ ക്യാമറക്ക് തൊട്ടില്ല എന്ന് പറഞ്ഞ് നിർത്താൻ നോക്കി, പക്ഷേ തട്ടി ക്യാമറ താഴെ വിടും. നമ്മുടെ ക്യാമറ ഡാമേജ് ആയി. സോണി ആൽഫ 6.0 ഡാമേജ് ആയി. പക്ഷേ നമ്മൾ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് അല്ലേ, സൈഡ് കൂട്ടാൻ പോയത് ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അടുത്ത വാഹനം എന്താ? എർട്ടിഗ KL 5 കോട്ടയം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് വേറെ ക്യാമറ കേട്ടോ എടുക്കുന്നത്. ഇതെങ്ങനെ ഡീറ്റെയിൽ ബ്രോ? ഇത് 2017 മോഡൽ ZXi പെട്രോള് ഫുൾ ഓപ്ഷന്റെ താഴെ അല്ലേ? അതെ. പ്ലസ് ഇല്ല, അത് പ്ലസ് ഇല്ല, ഫുൾ ഓപ്ഷൻ താഴെ. പ്ലസ് ഇല്ല, പ്ലസ് ആ സമയത്തുണ്ട്. ഉണ്ട്. ഓക്കെ. അപ്പോൾ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ 60,000. ഓക്കെ. കമ്പനി സർവീസ് ഫുൾ പ്രോപ്പർ സർവീസ്, കമ്പനി സർവീസ്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ. ടയേഴ്സും കുഴപ്പമില്ലാത്ത ടയേഴ്സ് ബ്രാൻഡ് ന്യൂ ആണ്. ഇപ്പോൾ ബ്രാൻഡ് ന്യൂ ടയർ. ശരി. ഓക്കെ. എടുക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നിലവിലൊന്നും ചെയ്യാനില്ല. ഡിസംബർ ആകുമ്പോൾ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. സർവീസും ഇപ്പോൾ 60 കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് ഏകദേശം എത്ര കോസ്റ്റ് വരും? പെട്രോൾ വണ്ടി ആകുമ്പോൾ ഒരു 6,000-7,000. 1400 cc അതിൻ്റെ ലെവലല്ലേ വരും അല്ലേ? ഓക്കെ. അപ്പോൾ നല്ലൊരു എർട്ടിഗ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാം. പെട്രോൾ വണ്ടിയാണ്. ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. 15 എന്തായാലും കിട്ടും. ഓക്കെ. അപ്പോൾ എത്രയാ നമ്മുടെ ഫൈനൽ പ്രൈസ്? 6,85,000 രൂപ. 85 അല്ലേ? ഓക്കെ. 19 മോഡൽ പറഞ്ഞാൽ 17. സോറി 17. ഷിപ്പ് മാറി. ഓക്കെ. 17 മോഡലാണ്. 17 മോഡൽ എർട്ടിഗ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. ZXi ആണ്. വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല, ഡീസൽ പോലെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. 7 സീറ്റർ. ലോൺ എത്ര കയറും? ലോൺ ഒരു 5 രൂപ ലോൺ ചെയ്യാം. അടുത്ത വണ്ടിയിൽ വീണ്ടും മഹീന്ദ്ര ഥാറാണ്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ബ്രോ ഡീറ്റെയിൽ? ഇത് 2022 മോഡൽ 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. സെയിം സാധനം തന്നെ. കിലോമീറ്റർ കുറവുണ്ട്. 38,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. 38,000. നേരത്തെ കുറച്ച് അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യമായിരുന്നു. ഇത് സ്റ്റോക്ക് തന്നെയാണല്ലേ? സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ്. പക്ഷേ സെയിം ഓപ്ഷൻ സെയിം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. ഇത് എത്ര ഇപ്പോൾ? സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഓക്കെ. സർവീസ് ഒക്കെ പക്കല്ലേ? പ്രോപ്പർ സർവീസ്. ഓക്കെ. എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഇല്ലല്ലോ? ഇല്ല, കഴിഞ്ഞ. എത്രയാ ഇപ്പോൾ? ഇത് നമുക്ക് 15,50,000 രൂപ. സെയിം റേറ്റ് തന്നെയാണ്. അതിന് ആഡ് ഓൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് റേറ്റ്. ഇത് കിലോമീറ്റർ കുറവുണ്ട്. അത് കിലോമീറ്റർ കൂടിയിട്ടുണ്ട്, ഇത് കുറവാണ്. ഒരു വ്യത്യാസം ആഡ് ഓൺ അത് കവറപ്പായി. അപ്പോൾ രണ്ടൊരു റേറ്റ് സെയിം ആണ് ചോദിക്കുന്നത്. 15.5 ലക്ഷം. ഓക്കെ. അപ്പോൾ ഒരു 14 ലക്ഷം വരെയൊക്കെ ലോൺ കിട്ടും. 1.5 ഇറക്കാം. വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ ചെയ്യാൻ? ഒന്നുമില്ല, പെൻഡിങ് ഒന്നുമില്ല. എല്ലാം സർവീസ് എല്ലാം കഴിഞ്ഞു. അടുത്തത് പജേറോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ പറയാ, ഈ സെഗ്മെന്റ് തപ്പി നടക്കുന്ന ആളുകൾക്കുള്ള അല്ലേ, അങ്ങനത്തെ ആളുകൾക്കുള്ള വണ്ടിയാണിത്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡൽ ഇത് ബ്രോ? 2007 മോഡൽ GLX ആണ് അല്ലേ? ഓക്കെ. 7 എന്ന് പറയുമ്പോൾ പേപ്പർ ഇപ്പോൾ എങ്ങനെയാണ്? 2028 ഏപ്രിൽ വരെ. 22 എടുത്തിട്ടുണ്ടാവും അല്ലേ? 28 വരെ നിലവിൽ പേപ്പർ ഫുള്ള് ഫിറ്റ് ആയിട്ടുള്ള പജേറോ GLX ആണ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് ഒന്നുമില്ല. ഇത് സംഭവം റിയ അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. റിയ ആയതൊന്നുമല്ല. 28 വരെ പേപ്പറും ഉണ്ട്. ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ഒരു പ്രശ്നമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. കുഴപ്പമില്ലാത്ത ടയേഴ്സും നല്ല ടയേഴ്സും എല്ലാം ഉണ്ട്. തേർഡ് ഓണർഷിപ്പ്. തേർഡ് അല്ല? തേർഡ് ഓണർഷിപ്പ്. അപ്പോൾ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. നല്ലൊരു കളറുമാണ്. അപ്പോൾ എത്രയാ? 6,50,000 രൂപ. 6.5 ലക്ഷം. ഞാൻ ഇപ്പോൾ ഒരു വർഷം മുന്നേ, ഒരു വർഷമായിരുന്നു തോന്നുന്നു, ഒരു 6-7 പജേറോ ചെയ്തിട്ടുണ്ടായിരുന്നു. റീ വണ്ടികൾ തന്നെ. അതിന് തന്നെ ഏകദേശം ഈ വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ പറയാ, ഇങ്ങനത്തെ ആളുകൾ തപ്പി നടക്കുന്നവർക്കുള്ള സെഗ്മെന്റ് ആണ് അല്ലേ? അതെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. എവിടെ വണ്ടികൾ ഇവിടുന്ന് എടുക്കുന്ന വണ്ടികൾ ഇവർ ഓൾറെഡി പറഞ്ഞിട്ടാണ് തരുന്നത്. എന്തായാലും എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ കൊടുക്കാമല്ലോ അല്ലേ? വണ്ടി കൊടുക്കാൻ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഇന്നോവ ക്രിസ്റ്റ എത്തി. KL 35 ഇവിടെ തന്നെയാണ്, പാലാ രജിസ്ട്രേഷൻ അല്ലേ? ഏതാ മോഡൽ ബ്രോ? ഇത് 2025 ഡിസംബർ. 25 ഡിസംബർ. വാറണ്ടി 28 വരെ വാറണ്ടി. കമ്പനി വാറണ്ടിയിലേക്ക് എന്തൊരു ക്രിസ്റ്റ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നു. കമ്പനി വാറണ്ടിയിൽ. ഓക്കെ. 20 ഡിസംബർ വണ്ടി. ആകെ 10,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. GX പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. GX പ്ലസ് മാനുവൽ. ഓക്കെ. അപ്പോൾ ഒരു ലോ കിലോമീറ്റർ പുതിയ, അതായത് ക്രിസ്റ്റ ഇപ്പം മൊത്തത്തിൽ നിർത്തി. എല്ലാം നിർത്തി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കല്ല മാനുവൽ ഒന്നുമില്ല, എല്ലാം നിർത്തി. അപ്പോൾ ഒരു പുതിയ മോഡൽ അങ്ങനത്തെ തപ്പുന്നവരുണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, 0 ക്ലെയിം. ഓക്കെ. അഡീഷണൽ ഒരു 90,000 രൂപയുടെ ആക്സറീസ് ടൊയോട്ടയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. GX പ്ലസിലെ അലോയ്സ് വരുന്നുണ്ടായിരുന്നു? ഡയമണ്ട് കട്ട് അലോയ്സ് വരും. ഇതിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കമ്പനി വാറണ്ടിയിലാണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ വണ്ടി.
എത്ര ഇതിന്റെ പ്രൈസ് എത്രയാണ്? ഇത് 25,25,000 രൂപ. ഇത് ഈ ഓപ്ഷൻ ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നു? 27,500. 27,500. ചെറിയൊരു മാറ്റം. ടൊയോട്ട പ്ലസ് ഒരു 90,000 രൂപയുടെ ആക്സറീസ് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ മോഡൽ വണ്ടി തപ്പുന്നവർക്കുള്ള വണ്ടിയാണിത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. ലോണ് ഏകദേശം നമുക്ക് പുതിയ വണ്ടീൻ്റെ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏകദേശം ചെയ്യാൻ പറ്റും. 7 വർഷം വരെ ലോണും കിട്ടും. പുതിയ വണ്ടീൻ്റെ ചെയ്യാം. അപ്പോൾ നോക്കുന്നവർ, നോക്കിയിട്ട് കിട്ടാത്തവർ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരും. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ XUV 500 ആണ്. KL 69 രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ ബ്രോ? 2018 മോഡൽ. 18. ഓക്കെ. ഓപ്ഷൻ ഫുള്ളാ? W11 ഓപ്ഷണൽ, ഏറ്റവും ടോപ്പിന്റെ. ഓക്കെ, W11 ഓപ്ഷനിലാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനം. കിലോമീറ്റർ 60,000. ഡീസൽ മാനുവൽ. വലിയ ഓട്ടം പോയിട്ടില്ല. ഡീസൽ മാനുവൽ വണ്ടി, ഫുൾ ഓപ്ഷനാണ്. പിന്നെ ആ ഒരു നീറ്റ്നെസ് വണ്ടിയിലുണ്ട് കേട്ടോ. ഇന്റീരിയർ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാലും നീറ്റാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, സീറോ ക്ലെയിം. ഓക്കെ. ടയേഴ്സ് ആവറേജ്. ഓക്കെ. അപ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. എടുത്തു കഴിഞ്ഞാൽ ടയേഴ്സ് മാറ്റണം, വേറെ ഒന്നും ഇപ്പൊ ചെയ്യാനില്ല. ഇല്ല കാര്യമായിട്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. 10,30,000 രൂപ ചോദിക്കുന്നു. 10,75,000 നമുക്ക് എന്താ മാറ്റം ചെയ്ത് കൊടുത്തൂടെ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാനല്ലോ. ഓക്കെ. 10,75 ഡീസൽ മാനുവൽ XUV 500 ഒറിജിനൽ കേരള W11 ഓപ്ഷനിലാണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനം, ഡീസൽ മാനുവൽ. അപ്പോൾ നോക്കുന്നവർ താല്പര്യം ഉണ്ടോ എന്ന് നോക്കിക്കോ. ലോ കിലോമീറ്റർ ആണ്. യൂസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഒരു മാർക്കറ്റ് ഓരോന്നിനും ലോ കിലോമീറ്റർ ആണ് ഇച്ചിരി ഡിമാൻഡും കൂടുതൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ മാർക്കറ്റ് അന്വേഷിച്ച് നോക്കാം, എന്നിട്ട് വരാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഹ്യുണ്ടായ് i20 ഓൾ ന്യൂ i20 ആണ്. ഏതാ മോഡൽ? ഇത് 2024. 24, 27 വരെ വാറണ്ടി. കമ്പനി വാറണ്ടി അല്ല, 27 ഏതാ മാസം അറിയോ? 2ാം മാസം. 2 ഫെബ്രുവരി വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 6-8 മാസം ഉണ്ടാവും അല്ലേ? ഏകദേശം. ഓക്കെ. ഏതാ ഓപ്ഷൻ? സ്പോർട്സ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. ടോർക്ക് കൺവെർട്ടർ, ഗിയർ ബോക്സ് അല്ല വരിക? IVT ആണ്. അപ്പോൾ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ. കിലോമീറ്റർ 23,000. 23,024 മോഡൽ IVT ഗിയർ ബോക്സ് വരുന്ന സ്പോർട്സ് ഓപ്ഷൻ i20 ആണ്. ടോപ്പിൻ്റെ താഴെ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനമാണ്. പിന്നെ ഓട്ടോമാറ്റിക് കൂടി ആയതുകൊണ്ട് മൈലേജ് കുറച്ച് കുറയും. ഒരു 10 കിട്ടൂലല്ലേ? 9 കിട്ടും. 9-12 ആ റേഞ്ച് കേട്ടാൽ മതി. ഓക്കെ. പിന്നെ പെർഫോമൻസ് അതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ എത്ര നമുക്ക് ഇതിൻ്റെ ഒരു 7,65,000 രൂപ. 765 24 27 ഫെബ്രുവരി വരെ വാറണ്ടിയുള്ള ഓട്ടോമാറ്റിക് സ്പോർട്സ് ഓപ്ഷൻ ഈ ഒരു i20 നിങ്ങൾക്ക് കൊണ്ടുപോകാം. സെക്കൻഡ് ഓപ്ഷൻ അല്ല പറഞ്ഞത്? സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. അപ്പോൾ ലോണ് ഒരു 6.5 ചെയ്യാം. 6-6.25 വരെ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ടാക്സി വണ്ടിയാണ്. കോമ്പാക്ട് സെഡാൻ കാറ്റഗറി. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ വിത്ത് CNG. അതെ അല്ലേ? ടാക്സിക്ക് പറ്റിയ വണ്ടി. ഓക്കെ. ഏതാ മോഡൽ? ഇത് 2022 മോഡൽ ഡിസയർ ടൂർ ആണല്ലേ? ഓക്കെ. ഇതിനായിട്ട് ഇറക്കിയതാണ്, ടാക്സിക്ക് വേണ്ടി ഇറക്കിയ വണ്ടിയാണ് ടൂർ എന്ന് പറയുന്നത്. പെട്രോൾ CNG ആണ്. 1.22 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിന്റെ ശരിക്കും മൈലേജ് എത്ര കിട്ടുന്നുണ്ട് CNG ഒരു 27-30 വരെ കിട്ടും. പറയുന്നുണ്ട്. ഓടിച്ചാള്? ഓടിച്ചോളൂ. 27-30, അതായത് ഡീസൽ വണ്ടീനേക്കാൾ മേലെ മൈലേജ്. ഡീസലാണെങ്കിൽ തന്നെ 20-22 വരെയൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അതിലും മേലെ മൈലേജ് കിട്ടുന്നുണ്ട്. CNGക്ക് ഡീസൽ ഏകദേശം ഒരേ വില? ഇപ്പോൾ അല്ല, ഡീസലിനാണ് കൂടുതൽ. അപ്പോൾ എന്തുകൊണ്ട് ലാഭം? ഓക്കെ. ഡീസലിനാണ് വിലയും കൂടുതൽ. അപ്പോൾ എന്തുകൊണ്ട് ലാഭമാണ്. പിന്നെ മെയിൻ്റനൻസും നല്ല കുറവായിരിക്കും. ഡീസലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല കുറവായിരിക്കും. കിലോമീറ്റർ എത്ര പറഞ്ഞ? 1.22 അല്ലേ? 2022 മോഡൽ. പ്രോപ്പർ കമ്പനി സർവീസ് ആണോ? ടൂറിലെ ബേസിക് എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ? 2 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്. ക്ലെയിമും കാര്യമൊന്നുമില്ല? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ എത്രയാണ് നമുക്ക് ഇതിന്? ഇത് 5,50,000 രൂപ. ടാക്സിയിലല്ലേ? ടാക്സിയിൽ. ഓക്കെ. 5.5 ലക്ഷത്തിന് ബാക്കിയുള്ള പേപ്പറൊക്കെ എല്ലാം ഫിറ്റ്. നവംബർ വരെ എല്ലാം ഫിറ്റ്. നവംബർ വരെ എല്ലാം ഓക്കെ. 5.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു ടാക്സി വണ്ടി ഇവിടെ ഉണ്ട്. ടൂറാണ്, ഡിസയർ ടൂർ. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെന്ന് നോക്കിക്കോ. CNG ആണ്, ഇത്രയും മൈലേജ് കിട്ടും, മെയിൻ്റനൻസ് കുറവാണ്. അടുത്തൊരു വണ്ടിയിലേക്ക്. അടുത്തത് ഫോർഡാണ്. ഫോർഡ് ഫ്രീ സ്റ്റൈൽ KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ വാഹനം. ആറ്റിങ്ങൽ ഭാസ്കരൻ എന്ന വണ്ടിയാണോ? അല്ലല്ല. ഏതാ മോഡൽ ഇത്? 2019 മോഡൽ ഫ്രീ സ്റ്റൈൽ ടൈറ്റാനിയം ഡീസൽ. ടൈറ്റാനിയാണ്. പ്ലസ് അല്ല, അതിന് തൊട്ട് താഴെ 2 എയർ ബാഗ് ഉണ്ടാവും. മറ്റേതിൽ പോകുമ്പോൾ 6 എയർ ബാഗ് ഉണ്ടാവും. ബാക്കി പുഷ്പട്ടൻ അലോയ്സ് ബാക്ക് വൈപ്പർ എല്ലാം ഉണ്ട്. ഓക്കെ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന സ്റ്റൈലിഷ് വണ്ടിയാണ് അല്ലേ? ഒരു അടിപൊളി ഹാച്ച് ബാക്ക് വണ്ടിയാണ്.
ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഇല്ല. ഇതും അണ്ടർ വാറണ്ടിയാണ് 2 മാസം കൂടി. അത് ശരി. ഫോർഡിന്റെ ഫോണിന്റെ വാറണ്ടി 8 മാസം വരെ വാറണ്ടി. കമ്പനി പുതിയ വണ്ടി നിർത്തിയിട്ടേ ഉള്ളൂ, സർവീസും എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ വാറണ്ടി നിങ്ങൾക്ക് 2 മാസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും, എന്തെങ്കിലും മാറേണ്ടതുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ നീറ്റ് ഇന്ത്യൻ രജിസ്റ്റർ ഒക്കെയാണ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഇതിന് പൊതുവെ എങ്ങനെ മൈലേജ് ഉണ്ടാവും? ഒരു 11-14 20+ കിട്ടും. ഡീസലാ അല്ലേ? ഡീസലാണ്. സോറി, ഡീസലാ. 20ന്റെ മേലെ മൈലേജ് ഉണ്ടാവും, നല്ല കിട്ടും. ഓക്കെ. അപ്പോൾ വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, പെൻഡിങ് ഒന്നുമില്ല. എഞ്ചിൻ സൈഡ് ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റ്. എല്ലാം ഓക്കെ. എത്രയാണ് നമ്മുടെ പ്രൈസ് എങ്ങനെയാണ്? ഇത് 5,50,000 രൂപ. 19 മോഡൽ. 5,50,000 രൂപയ്ക്ക് ടൈറ്റാനിയം ഡീസലാണ് ഫ്രീ സ്റ്റൈല്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. മാക്സിമം ലോൺ കയറുമോ ഫോണിന്? 4 രൂപ ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം രൂപ ലോൺ കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി നിൽക്കും. ഹ്യുണ്ടായ് ക്രെറ്റയാണ് അടുത്ത വാഹനം. KL 24 രജിസ്ട്രേഷൻ. ഏതാ മോഡൽ ബ്രോ? ഇത് 2016 മോഡൽ. ഡീസൽ 1.4 S ഓപ്ഷൻ. 1.4 ആണ്. കുറച്ചും കൂടി മൈലേജ് ഉണ്ടോ? മൈലേജ് കിട്ടും അല്ലേ? ഒരു 20-22 ഷുവർ ആയിട്ട് കിട്ടും. ആ റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ. 1.4 അല്ലേ? ഏതാ ഓപ്ഷൻ പറഞ്ഞ? എസ് ആണ്. മിഡ് വേരിയന്റ് ആണ്. 16 മോഡലില്. കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 1.45 കൂടി. പക്ക സർവീസ് പോയിട്ട് ഫുൾ പ്രോപ്പർ സർവീസ്. സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. സർവീസ് ഹിസ്റ്ററി ഉണ്ട് ഫുള്ള്. അതായത് നമ്മളെ പാർട്ടി വരികയാണെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റില്ല? നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. വിളിക്കുകയാണെങ്കിലോ അഥവാ വിളിച്ചത് കച്ചവടത്തിലേക്ക് ഏകദേശം ആവുകയാണെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ എത്ര അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? 6,35,000. 6,35,000. 2016 S ഓപ്ഷൻ ഡീസൽ 1.4. കുറച്ചും കൂടി മൈലേജിൽ തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ, പെർഫോമൻസ് മാത്രമല്ല മൈലേജ്. ഓക്കെ. നോക്കുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 1.45 ഓടിയിട്ടുണ്ട്. മാക്സിമം ലോണും കിട്ടും കേട്ടോ. 5.5 രൂപ 5.30 രൂപ ലോൺ കിട്ടും. പ്രൈസ് നമുക്ക് എന്തെങ്കിലും മാറ്റി ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. മാരുതി സുസുക്കി ബ്രസ KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. ഈ നമ്പർ പ്ലേറ്റ് മാറ്റേണ്ടി വരും മിക്കവാറും. ഓക്കെ. ഇത് കണ്ടാൽ ഫൈൻ ഉറപ്പാ. എങ്ങനെയാ മോഡല്? ഇത് 2022 മോഡൽ. ZXi പെട്രോൾ. ഓക്കെ. പ്ലസ് അല്ല, പ്ലസിന്റെ തൊട്ട് താഴെ പെട്രോൾ ആണ്. പിന്നെ ഓട്ടം 42,000. 42,000. സിംഗിൾ ഓണർഷിപ്പ്. ഇതിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് ഉണ്ട്. പുഷ് ബട്ടൺ അലോയ്സ് എല്ലാം ഉണ്ട്. എല്ലാം വരുന്നുണ്ട്. പ്രൊജക്ടർ എല്ലാം വരും. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. ടോപ്പിലൊക്കെ പോകുമ്പോൾ എന്താ ചെറിയ ആൻഡ്രോയിഡ് സ്റ്റീരിയോടെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. കിലോമീറ്റർ എത്രയും? 42,000. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, 0 ക്ലെയിം. ഓക്കെ. മാനുവൽ ZXi ബ്രസയാണ്. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കണക്കാക്കാൻ പറ്റിയ വണ്ടി. ഒരു ക്ലെയിമും ഇല്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ പക്ക എല്ലാം ഉണ്ട്, പക്ക. എത്ര നമ്മുടെ പ്രൈസ് എങ്ങനെയാണ്? 8,50,000 രൂപ. 8.5 ലക്ഷം. 2022 വണ്ടിയാണ് ZXi. 8.5 ലക്ഷത്തിന് ചോദ്യമാണ്. എന്തെങ്കിലും മാറ്റം ചെയ്യും. പിന്നെ ഒരു 7.5-7.25 വരെയൊക്കെ ലോൺ ചെയ്യാം. ഓക്കെ. വേറെ ഇപ്പൊ ഒന്നും വർക്കില്ലല്ലോ? ഒന്നുമില്ല, എല്ലാം കമ്പനി. നമ്മൾ കാണിച്ച വണ്ടികളിൽ കുറെ സർവീസ് ചെയ്തു വെച്ചാന്ന് പറഞ്ഞു. എല്ലാം ചെയ്തിട്ടാണോ? ഓൾമോസ്റ്റ് എല്ലാം തന്നെ സർവീസ് കഴിഞ്ഞ് നമുക്ക് ഷോറൂമിലേക്ക് കയറിയേക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത സർവീസ് ചെയ്താൽ മതി. നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഉറപ്പിച്ച് പറയാൻ പറ്റും അല്ലേ? അതൊക്കെ നമുക്ക് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാം. എപ്പോൾ സർവീസ് ചെയ്യണം അതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് മഹീന്ദ്ര സ്കോർപിയോ. ന്യൂ സ്കോർപിയോ ആണ്. KL 43 മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ. ഇതേതാ മോഡൽ ബ്രോ? 2022. 22 ആണല്ലേ? ഇതിന്റെ വാറണ്ടി കഴിഞ്ഞോ? ഇല്ല, 3 വർഷം വാറണ്ടി കഴിഞ്ഞു. 25 കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ. ഏതാ ഓപ്ഷൻ? ഇത് ടോപ്പിന്റെ Z8 4 വീല് ഡീസൽ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്, ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പോൾ നല്ലൊരു കിടിലൻ SUV 7 സീറ്ററിൽ തപ്പുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. വലിയ ഓട്ടം പോയിട്ടില്ല കേട്ടോ. ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഓട്ടം പോയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നും സംഭവിച്ചില്ല. ഓക്കെ. ടയർസ് മാറിയതാ? അല്ല, ഫസ്റ്റ് വന്ന ടയർ 30 അല്ലേ ഓടിയുള്ളൂ. ശരി. വലുങ്ങനെ തേഞ്ഞിട്ടില്ല നോക്കിയിട്ട്. ഓക്കെ. അപ്പോൾ എത്ര ഇതിൻ്റെ റേറ്റ്? 21,50,000. ഇത് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? 28 30 രൂപ. 30 ഉണ്ടോ? ഇപ്പൊ 30 ഉണ്ട് ഓൺ ദ റോഡ്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ എത്ര? 29 സംതിങ്. ഇപ്പൊ 30 ഓൺ ദ റോഡ്. ഓക്കെ. ഇപ്പോൾ 30 ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. വില എന്താ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ചെയ്ത് കൊടുക്കാം. പിന്നെ ലോൺ കിട്ടുമല്ലോ മാക്സിമം? ലോൺ 90% ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ ചിന്നൂസ് കാസ്, പാല ഏറ്റുമാനൂർ റൂട്ടിൽ എവിടെയായിരുന്നു? കുമ്മണ്ണൂരാണ് ലൊക്കേഷൻ. ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ ആയിട്ടൊക്കെ ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആരൊക്കെ ഈ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്, ഇതിൻ്റെ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ള ഒന്ന് കമൻറ്റ് നമുക്കൊന്ന് അറിയാലോ അല്ലേ. ഇവിടെ തന്നെ ഉള്ള ആളുകൾ കാണുന്നുണ്ടോ എന്ന് അറിയണ്ടേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.